2020 ജർമ്മനിയിലെ സ്കിൽഡ് ഇമിഗ്രേഷൻ ആക്ടിൽ അവർ ഫോറിനേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാറ്റം കൊണ്ടുവന്നു. പണ്ടൊക്കെ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിനായിരുന്നു ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അവർ കൂടാതെ തന്നെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ജർമ്മനിയിലേക്ക് വന്ന് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്നൊരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നേടിയവരാണ്, അതിന്റെ കൂടെ തന്നെ കുറച്ച് കണ്ടീഷൻസും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വന്ന് നിങ്ങളുടെ അതേ പ്രൊഫഷനിൽ തന്നെ ഇവിടെ ജോലി നോക്കാനായിട്ട് പറ്റും. അതെങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ആണ്. ജർമ്മനിൽ അതിന് അനേർക്കുങ്ങൻ എന്നാണ് പറയുന്നത്. എന്താണ് റെക്കഗ്നീഷൻ? നമ്മൾ നാട്ടിലെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ കരിക്കുലം അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതേ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഈ രണ്ട് ക്വാളിഫിക്കേഷൻസ് തമ്മിലുള്ള ഒരു അസസ്മെന്റ് ആണ് റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനിയും ആരൊക്കെയാണ് റെക്കഗ്നീഷൻ ചെയ്യേണ്ടത്? ജർമ്മനിയിൽ പ്രൊഫഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് റെഗുലേറ്റഡ് പ്രൊഫഷനും രണ്ടെന്ന് പറയുന്നത് നോൺ റെഗുലേറ്റഡ് പ്രൊഫഷനും. റെഗുലേറ്റഡ് പ്രൊഫഷനകത്ത് പെടുന്നതാണ് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്. നോൺ റെഗുലേറ്റഡ് പ്രൊഫഷന് രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ടെക്നിക്കലും നോൺ ടെക്നിക്കലും. നോൺ ടെക്നിക്കൽ പ്രൊഫഷനകത്ത് ഉദാഹരണത്തിന് കാർപ്പൻറ്റേഴ്സ്, ഹെയർ ഡ്രസ്സേഴ്സ്, പ്ലംബേഴ്സ്, അവരൊക്കെ. ടെക്നിക്കലിനകത്ത് പെടുന്നവരാണ് ഇലക്ട്രീഷ്യൻസ്, മെക്കാനിക്ക്, പിന്നെ ബാങ്കിങ് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവര്, അവരൊക്കെ. നിങ്ങൾക്ക് അപ്പോൾ ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യണം, നിങ്ങളുടെ പ്രൊഫഷൻ ഒരു റെഗുലേറ്റഡ് പ്രൊഫഷനിൽ പെടുന്നതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം. ഇനിയും നിങ്ങളുടെ പ്രൊഫഷൻ ഒരു നോൺ റെഗുലേറ്റഡ് പ്രൊഫഷനിലാണ് പെടുന്നത്, അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളൊരു നോൺ EU സിറ്റിസൺ ആയതുകൊണ്ടും അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജർമ്മനിയിലോ അല്ലെങ്കിൽ മറ്റൊരു EU കൺട്രിയിൽ അല്ലാത്തത് കൊണ്ടും നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ റെക്കഗ്നീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് കിട്ടുന്ന എൻഡ് റിസൾട്ടും അത് നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും ഒരു ജോലി കണ്ടുപിടിക്കാനായിട്ടും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ റെക്കഗ്നീഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് 3 ഔട്ട്കംസ് ഉണ്ടാക്കാം. ചിലപ്പോൾ അത് നോ റെക്കഗ്നീഷൻ ആവാം, അല്ലെങ്കിൽ ഫുൾ റെക്കഗ്നീഷൻ ആവാം, അല്ലെങ്കിൽ പാർഷ്യൽ റെക്കഗ്നീഷൻ ആവാം. നിങ്ങൾക്ക് നോൺ റെക്കഗ്നീഷൻ ആണ് എൻഡ് റിസൾട്ട് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഫുൾ റെക്കഗ്നീഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചോ, അതായത് നിങ്ങളുടെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ ജർമ്മൻ റെഫറൻസ് ജോബ് ക്വാളിഫിക്കേഷനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് ഈക്വലന്റ് ആണ് ആ ക്വാളിഫിക്കേഷൻ. അപ്പം നിങ്ങൾക്ക് ഒരു ജോബ് സീക്കർ വിസയിൽ ജർമ്മനിയിലേക്ക് വന്ന് ഒരു ജോലി നോക്കാനായിട്ട് പറ്റും. അതിനായിട്ട് വേണ്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യിപ്പിക്കണം, അത് നിങ്ങൾ ഓൾറെഡി ചെയ്തു. പിന്നെ ഒരു B1 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ഈ ജോബ് സീക്കർ വിസ 6 മാസത്തിന് ഇഷ്യൂ ചെയ്യും. അപ്പോൾ 6 മാസം നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റും വേണം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് പാർഷ്യൽ റെക്കഗ്നീഷൻ ആണ്. നമ്മുടെ വൊക്കേഷണൽ ക്വാളിഫിക്കേഷനും അതുപോലെ ജർമ്മനിയിലെ റെഫറൻസ് ഓക്യുപ്പേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസും തമ്മിൽ ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ നമുക്ക് പാർഷ്യൽ റെക്കഗ്നീഷൻ ആയിരിക്കും തരുന്നത്. അതെന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ തിയററ്റിക്കൽ സ്കിൽസിന്റെ കുറവാകാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സ്കിൽസിന്റെ കുറവാകാം. എന്തൊക്കെയാണെങ്കിലും അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അതിന്റെ ജർമ്മനിൽ പറയുന്ന അനേർക്കനുങ്സ് ബെഷൈഡ് എന്നാണ്. അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൽസ് ആണ് ഇല്ലാത്തത്, എന്തൊക്കെ ട്രെയിനിങ്സ് നിങ്ങൾ എടുക്കണം ഈ ഒരു ഫുൾ റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടെന്നുള്ളതെല്ലാം ആ അനേർക്കനുങ്സ് ബെഷൈഡിനകത്ത് കാണും. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രെയിനിങ്സ് എങ്ങനെ എടുക്കാമെന്നുള്ളതാ. നിങ്ങളുടെ ഒരു റെഗുലേറ്റഡ് പ്രൊഫഷൻ ആണെങ്കിൽ ഒരു കോമ്പൻസേഷൻ മെഷർ എടുക്കാവുന്നതാണ്. ജർമ്മനിൽ അതിനെ പറയുന്നത് ഔസ്ഗ്ലൈഷ്മാസ്നാമ എന്ന്. അപ്പം ഈ കോമ്പൻസേഷൻ മെഷർ 3 തരത്തിലാണ് തിരിച്ചേക്കുന്നത്. അത് ചിലപ്പോൾ ഒരു അഡാപ്റ്റേഷൻ പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു നോളേജ് ടെസ്റ്റ് ആകാം. ആർക്ക് ഏത് കിട്ടുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കേസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുടെ പ്രൊഫഷൻ ഒരു നോൺ റെഗുലേറ്റഡ് പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു റിഫ്രഷർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം അതിനായിട്ട് നിങ്ങൾ ജർമ്മനിയിലെ ഒരു കമ്പനിയിൽ ഒരു ജോബ് നോക്കണം. ആ ജോബിലൂടെ ജർമ്മനിയിൽ വന്ന് നിങ്ങൾക്ക് ആ ട്രെയിനിങ് പൂർത്തിയാക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫഷൻ റെഗുലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ റെഗുലേറ്റഡ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പാർഷ്യൽ റെക്കഗ്നീഷനിൽ നിന്ന് ഫുൾ റെക്കഗ്നീഷൻ കിട്ടാനായിട്ട് ഒരു കോമ്പൻസേഷൻ മെഷർ എടുക്കണം. ഈ കോമ്പൻസേഷൻ മെഷർ എന്ന് പറയുന്നത് ചിലപ്പോൾ ലാംഗ്വേജ് സ്കൂളിലെ കോഴ്സ് ആകാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ ജോലി ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ട്രെയിനിങ് ആകാം. അവിടെ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് അപ്പോൾ ഈ കോമ്പൻസേഷൻ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയുള്ള വിസയുടെ പേരാണ് വിസ ഫോർ ദി റെക്കഗ്നീഷൻ ഓഫ് ഫോറിൻ ക്വാളിഫിക്കേഷൻ. അപ്പം ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് അനർക്കനുങ്സ്ബെഷൈഡ്, അതുപോലെ നിങ്ങൾ കമ്പനിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന അവരുടെ അക്സെപ്റ്റൻസ് ലെറ്റർ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനിങ് പ്ലാന്, നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് തെളിയിക്കുന്ന പ്രൂഫ് വേണം. പിന്നെ ജർമ്മൻ പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ്, A2 ലെവൽ ജർമ്മൻ പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആയ പാസ്പോർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈ വിസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിസയുടെ കാലാവധി 18 മാസമാണ്. പിന്നെ ഓരോ ഇൻഡിവിജ്വൽ കേസ് അനുസരിച്ച് അത് 6 മാസം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാവുന്നതാണ്. റെക്കഗ്നീഷൻ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു കോസ്റ്റ് കൂടി നമ്മൾ പേ ചെയ്യണം. അപ്പോൾ അതൊരു €100 തൊട്ട് €600 വരെ ആകാം ആ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ ഇൻഡിവിജ്വൽ കേസസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു അതോറിറ്റി നിങ്ങൾക്ക് ട്രെയിനിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻ തരുമെന്ന്. ആരാണ് ആ അതോറിറ്റി, എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. റെക്കഗ്നീഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, അതായത് എന്താണ് റെക്കഗ്നീഷൻ, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, ആർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ഇൻഫർമേഷനും ഉള്ള ഒരു വെബ്സൈറ്റ് ആണ് റെക്കഗ്നീഷൻ ഇൻ ജർമ്മനി എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ്. അപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് റെക്കഗ്നീഷൻ ഫൈൻഡർ എന്ന് പറയുന്ന ടാബ് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇവിടെ അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫഷൻ എൻ്റർ ചെയ്യാനായിട്ടാണ്. അപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പ്ലംബർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നമുക്ക് 2 എണ്ണം കാണാൻ പറ്റും. പ്ലംബറും കാണാം, അതുപോലെ പ്ലംബർ മാസ്റ്റർ ക്രാഫ്റ്റ് പേഴ്സണും കാണാം. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടാണ് ഇവിടെ വന്ന് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ് മാസ്റ്റർ ക്രാഫ്റ്റ് പേഴ്സൺ എടുക്കുന്നത്. അപ്പം നമ്മുടെ കേസിൽ അതല്ലാത്തത് കൊണ്ട് നമുക്ക് പ്ലംബർ ചൂസ് ചെയ്യാം. പ്ലംബർ ചൂസ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ എങ്ങനെയാണ് ആ ഫീൽഡ് ഓഫ് വർക്ക് എന്നൊക്കെ ഉള്ളതാണ് ജസ്റ്റ് ഒരു കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പം അവർ ഇനിയിപ്പം നമുക്ക് റെക്കഗ്നീഷൻ, ഈ പ്രൊഫഷണൽ റെക്കഗ്നീഷൻ വേണോ എന്നാണ് നമുക്ക് അറിയാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊരു EU സിറ്റിസൺ ആണോ, നമ്മുടെ കേസിൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് നോ സെലക്ട് ചെയ്യാം. അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും രാജ്യത്തു നിന്നാണോ നിങ്ങൾ വരുന്നത്, ഇപ്പം ഓസ്ട്രേലിയയോ ജപ്പാനോ കാനഡയോ, നമ്മുടെ കേസിൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ നോ സെലക്ട് ചെയ്തു. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജർമ്മനിയിലുണ്ടോ, അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് അതും നോ കൊടുത്തു. അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് റെക്കഗ്നീഷൻ, ഈ പ്രൊഫഷന് നിങ്ങൾക്ക് റെക്കഗ്നീഷൻ ആവശ്യമുണ്ട്. അതുപോലെ ഇനിയും ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ ആ റെക്കഗ്നീഷന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ അതിന് വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നേടിയവരായിരിക്കണം. നമ്മുടെ കേസിൽ നമ്മൾ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേടിയവരായതുകൊണ്ട് തന്നെ നമ്മുടെ കേസിൽ ഇത് ACE ആണ്. അതുപോലെ നിങ്ങൾ സക്സസ്ഫുള്ളി ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തവരാണോ, അതെ. ഡിഗ്രി ഉള്ളവരാണോ, അതെ. ഇനിയിപ്പോൾ അടുത്തത് സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്ത് തന്ന ക്വാളിഫിക്കേഷൻ ആണോ നമ്മുടെ കയ്യിലുള്ളത്, അതെ. അപ്പോൾ അവർ നമ്മളോട് പറയുന്നു നിങ്ങൾക്ക് പ്രൊഫഷണൽ റെക്കഗ്നീഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ചെയ്തു എന്നുള്ളത്. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ഒരു കാര്യം ആദ്യം തന്നെ ഓർത്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം എന്നുള്ളതാണ്. അപ്പം എൻ്റെ കേസിൽ ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത് ഡുസൽഡോഫ് ആണ് കൊടുക്കുന്നത്. അപ്പം അത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ വന്നു, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേന് അവർ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കൗൺസിലിങ്ങിൻ്റെ കാര്യമാണ് ഈ പേജിൽ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ജർമ്മനിയിലെ ഒരു ഹോട്ട് ലൈൻ നമ്പറിൽ വിളിച്ച് കൗൺസിലിങ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതായത് ഈ റെക്കഗ്നീഷനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പം അതിനുള്ള ഹോട്ട് ലൈൻ നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജും അയക്കാം. ഒരു കൗൺസിലിംഗ് സെൻറ്റർ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും ഉണ്ട്. അപ്പം അതറിയാനായിട്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് അബ്രോഡ് എന്ന് പറയുന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് പല രാജ്യങ്ങളിലെ കാണാം. ഇന്ത്യയിലെ നോക്കുമ്പോഴത്തേന് അത് പൂനെയിലാണുള്ളത്. ഇവിടെ AHK ഇന്ത്യ. അപ്പോൾ അവരുടെ ഫോൺ നമ്പരും അതുപോലെ ഇമെയിൽ ID യും കൊടുത്തിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഇൻഫർമേഷൻ അറിയാവുന്നതാണ്. ലാസ്റ്റ് പേജിൽ വരുമ്പോഴത്തേന് കംപ്ലീറ്റ് ഇൻഫർമേഷൻ, റെക്കഗ്നീഷനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിൽ കാണുന്ന ഹാൻഡ് വർക്ക് സ്കാമർ ഡുസൽഡോഫ്. ഹാൻഡ് വർക്ക് സ്കാമർ എന്ന് പറയുന്നത് ചേംബർ ഓഫ് ക്രാഫ്റ്റ് ആണ് ഇവിടെ ഡുസൽഡോഫിൽ. അതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അതോറിറ്റി. ഇവിടെയും കുറച്ച് ഡീറ്റെയിൽസ് കാണാം. ഈ പ്രൊസീജിയറിൻ്റെ പേരെന്താണ്, പിന്നെ അതുപോലെ ഈ റെക്കഗ്നീഷന് വേണ്ടിയുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ജർമ്മൻ നോളേജിൻ്റെ ആവശ്യമുണ്ടോ,
അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ വായിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം വരെ എടുക്കും റെക്കഗ്നീഷൻ കിട്ടാനായിട്ട്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. അതുപോലെ കോസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ €100 തൊട്ട് €600 വരെ വേരി ചെയ്യാം. അപ്പം അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം അതോറിറ്റിക്ക് മുന്നിൽ, അതുപോലെ നിങ്ങൾ കൊടുക്കേണ്ട ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ കൂടെ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഈ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് റെക്കഗ്നീഷൻ്റെ കാര്യങ്ങൾ. നിങ്ങൾക്കൊരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കഗ്നീഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.